കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ ഭരണസ്തംഭനത്തിനെതിരെ LDF മാർച്ചും ധർണയും നടത്തി. LDF സർക്കാരിന്റെ കാലത്ത് മികച്ച നിലയിൽ തുടർന്നു വന്നിരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന സമീപനമാണ് UDF സർക്കാരിന്റേതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത ആന്റണി ജോൺ പറഞ്ഞു. LDF എന്ന നിലയിൽ ആലോചിച്ചില്ല എന്ന് ആരോപിച്ച് CPI സമരത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. UDF ഭരിക്കുന്ന കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിച്ചെന്നാണ് LDFന്റെ ആരോപണം. സംസ്ഥാന സർക്കാർ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതുമൂലം പദ്ധതി പ്രവർത്തനങ്ങൾ മുടങ്ങുന്ന സ്ഥിതിയാണുള്ളത്. മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ നടന്ന ധർണ മുൻ MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാരുകളുടെ കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി നിർവഹണ പ്രവർത്തനങ്ങൾ മികച്ച നിലയിലാണ് പുരോഗമിച്ചിരുന്നത്. UDF അധികാരത്തിലെത്തിയതോടെ ഈ അവസ്ഥ മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു. വലിയ വിസ്മയം തീർക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ആളുകളാണ് അധികാരമേറ്റ് 2-3 മാസക്കാലം എത്തുമ്പോഴേക്കും ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് അതിൻ്റെ സാഹചര്യം എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റ് 2026-27 ബഡ്ജറ്റിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. ബഡ്ജറ്റ് രേഖകൾ ആർക്കും പരിശോധിക്കാം. 10,189 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നീക്കിവെച്ചിരുന്നു. അങ്ങനെ നീക്കിവെച്ച് പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നു, LDF പരാജയപ്പെട്ടു, VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് വന്നു. പുതുക്കിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്ഥിതി എന്താ? 1,553 കോടി രൂപയുടെ കുറവ് വന്നിരിക്കുകയാണ്. അപ്പോൾ 1,553 കോടി രൂപയുടെ കുറവ് വരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പദ്ധതികളുടെ നടപ്പിലാക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ്. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം റോണി മാത്യു അധ്യക്ഷത വഹിച്ചു. CPS ബാലൻ, PP മൈദീൻ ഷാ, ജോണി കുര്യപ്പ്, പോൾ മുണ്ടയ്ക്കൽ, ഷാജി പീച്ചക്കര, ബേബി പൗലോസ്, സാജൻ അമ്പാട്ട്, സുധ പത്മജൻ, KA നൌഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. LDFന്റെ സമരത്തിൽ നിന്ന് CPI വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. LDF എന്ന നിലയിൽ ആലോചിച്ചല്ല സമരം നടത്തിയതെന്നും ഇക്കാരണത്താലാണ് പങ്കെടുക്കാതിരുന്നതെന്നും CPI നേതാക്കൾ വിശദീകരിച്ചു. GTV ന്യൂസ്, കോതമംഗലം.